يا لغتي عربية حسبي بأنك منطقي وبياني. ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ലെസൺ 1 കംപ്ലീറ്റ് ചെയ്തു അൽഹംദുലില്ല. ലെസൺ 2ലേക്ക് കടക്കുന്നതിന് മുന്നേ ലെസൺ 1ൻ്റെ മെയിൻ കൺസെപ്റ്റ് ഏതാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ച വേർഡ് എന്താണ്? ഹാദ, ഇത്, ദിസ്. അതിൻ്റെ കൂടെ വരുന്ന ഒബ്ജക്റ്റിൻ്റെ 4 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? ഇസ്മുൽ ഇഷാറ, മുഫ്രദ്, മുദക്കർ, ഖരീബ്. അതായത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നാമായിരിക്കണം, പിന്നെ ഏകവചനമായിരിക്കണം, പുല്ലിംഗമായിരിക്കണം, അടുത്ത് അല്ലെങ്കിൽ സമീപമുള്ളതായിരിക്കണം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ, സിംഗുലർ, മസ്കുലൈൻ, ക്ലോസ് ഓർ നിയർ. ഇതൊക്കെയാണ് ഹാദൻ്റെ കണ്ടീഷൻസ്. ഇതിന് ശേഷം നമ്മൾ നോക്കിയത് 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി. മ, മൻ, അ, ഹംസ. മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, എന്ത്. മൻ, ആര്, ഹു. ഇനി ഒരു ഹംസ ചേർക്കുകയാണെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ ഒരു ഹംസ ചേർക്കുകയാണെങ്കിൽ ഇതാണോ എന്നൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മാന്ന് വരുന്നത് നോൺ ഇൻ്റലക്ച്വൽ, ഗൈറു ആക്കലൻ, ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടെ വരുന്നത്. മൻ എന്ന് പറയുമ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിയുള്ള കൂട്ടത്തിൽ, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് ആര് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അദ്ദറസ് സാനി, ലെസൺ 2. അദ്ദറസ് എന്ന് പറഞ്ഞാൽ ലെസൺ, സാനി 2. ഓക്കെ, ഇങ്ങനെയാണ് വായിക്കുക. അദ്ദറസു സാനി. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന വേർഡ് ദാലിക്ക. ഓക്കെ, മീൻസ് അത്, ദാറ്റ്. ഈ ഒരു ദാലിക്ക നമ്മൾ എഴുതുന്നത് ദലിക്ക എന്ന് എഴുതും, വായിക്കുന്നത് ദാലിക്ക. നമ്മുടെ ഹാദനെ പോലെ തന്നെ. ഓക്കെ, ഹാദ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ, പക്ഷെ വായിക്കുന്നത് എങ്ങനെയാണ്? ഹാസ എന്നാണ് വായിക്കുക അല്ലേ. അതേപോലെ തന്നെ ദലിക്ക നമ്മളിവിടെ എഴുതും, ദലിക്ക എന്ന് എഴുതും, വായിക്കുന്നത് ദാലിക്ക. ഓക്കെ, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ദാലിക്ക എന്ന് വായിക്കും, ദലിക്ക എന്ന് എഴുതും. ഇതിന് വേറൊരു എക്സാമ്പിളാണ് ഉലായിക്ക. ഉലായിക്ക, ഉവലായിക്ക എന്ന് എഴുതും, പക്ഷെ വായിക്കുമ്പോൾ ഉലായിക്ക എന്ന് വായിക്കും. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് പറയുന്നതാണ് ഇംല ഉൻ. ഓക്കെ, ഇംല ഉൻ, ഇംല അല്ലെങ്കിൽ ഇംല ഉൻ. നെക്സ്റ്റ്, ഈ ഒരു ജാലിക്കക്ക് ഹാദനെ പോലെ 4 കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വരുന്ന കാര്യത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുവിൻ്റെ നിബന്ധനകൾ. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു മുഫ്രദ്, സെയിം ജാലിക്ക ഹാദയിലുള്ള പോലെ. മുദക്കർ, ബഈദാണ് ഡിഫറൻസ്. പിന്നെ ഇസ്മുൽ ഇഷാറ, അതായത് ദാലിക്ക എന്നത് ഒരു ഇസ്മുൽ ഇഷാറയാണ്, മുഫ്രദാണ്, മുദക്കറാണ്. ബഈദ്, ദൂരെയുള്ള വസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഹാദയിൽ നിന്ന് ദാലിക്കയ്ക്ക്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോക്കാം. മാ ദാലിക്ക, അത് എന്താകുന്നു. വാട്ട് ഈസ് ദാറ്റ്. ദാലിക്ക നജ്മുൻ, അത് ഒരു നക്ഷത്രമാകുന്നു. ദാറ്റ് ഈസ് എ സ്റ്റാർ. ഇവിടെ കണ്ടില്ലേ, ഈ നക്ഷത്രത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, കുറച്ച് ദൂരെയുള്ളതാണ്. അപ്പോൾ ചോദിക്കുകയാണ് മാ ദാലിക്ക, ദാലിക്ക നജ്മുൻ. അടുത്ത എക്സാമ്പിൾ, ഹാദ മസ്ജിദുൻ വദാലിക്ക ബൈത്തുൻ. അതായത് ഒരു മസ്ജിദിൻ്റെ പിക്ചർ ഉണ്ടാകും, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു വീടിൻ്റെ പിക്ചർ. അപ്പോൾ എന്താണ്? ഹാദ മസ്ജിദുൻ, ഇതൊരു മസ്ജിദാകുന്നു. വദാലിക്ക ബൈത്തുൻ, അതൊരു വീടാകുന്നു. ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. ഓക്കെ, ഇതൊരു പള്ളിയാകുന്നു, അതൊരു വീടാകുന്നു. ഇനി നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് ബഗലുൻ. ബഗൽ എന്ന് വെച്ചാൽ ഹോഴ്സിനും ഡോങ്കിക്കും ഉണ്ടായ ഒരു ബ്രീഡ്. ഓക്കെ, കുതിരയ്ക്കും കഴുതേൻ്റെയും ഇടയിലുണ്ടായൊരു ബ്രീഡ്, അതാണ് കോവർ കഴുത എന്നും പറയും, മ്യൂൾ. ഓക്കെ, നെക്സ്റ്റ്
അദാലിക കൽബുൻ ല ദാലിക കിത്തുൻ. അവിടെ ഒരു പൂച്ചേൻ്റെ പിക്ചർ കാണിച്ച് ചോദിക്കുകയാണ്, അതൊരു നായ ആണോ? അപ്പോൾ ആൻസർ എന്താണ്? അല്ല, അതൊരു പൂച്ചയാണ്. അപ്പോൾ ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ, ഈസ് ദാറ്റ് എ ഡോഗ്? നോ, ദാറ്റ് ഈസ് എ കാറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ന്യൂ വേർഡ്സ് നോക്കാം. ഇമാമുൻ ലീഡർ, ലീഡർ ഇൻ പ്രെയർ. ഇമാം എന്ന് പറയുന്നത് നേതൃത്വം കൊടുക്കുന്ന ആൾ, ലീഡർ. മുദർരിസുൻ ടീച്ചർ, അധ്യാപകൻ. മുഅല്ലിമുൻ ടീച്ചർ, അധ്യാപകൻ. ഹജറുൻ റോക്ക്, കല്ല്. സുക്കറുൻ ഷുഗർ, പഞ്ചസാര. ലബനുൻ മിൽക്ക്, ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ കട്ടിത്തൈര്, പാലും പറയാം. പാലിന് ഒറിജിനലി പാലിനെ, നോർമൽ പാലിനെ വിളിക്കുന്നത് ഹലീബുൻ, പാൽ. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അൽ കലിമാത്തു ജദീദത്തുൻ, ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ. കലിമാത്ത് മീൻസ് വേർഡ്സ്, വാക്കുകൾ. ജദീദത്താണ് പുതിയത്. ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇമാമുൻ അല്ലേ, ഹജറുൻ, സുക്കറുൻ, ലബനുൻ. ഇവിടെ കലിമാത്തുൽ ജദീദത്തു കാണുന്നുണ്ടല്ലോ, ഈ രണ്ട് വേർഡും ഫെമിനൈൻ ആണ് കേട്ടോ. ഓക്കെ, കലിമാത്തു അൽ ജദീദത്തുൻ, ഇത് രണ്ടും കൂട്ടിച്ചേരുമ്പോൾ ഇവിടെ തുൻ എന്നുണ്ടാവില്ല, തൂന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ഇൻഷാല്ലാ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ദാലിക്ക എന്നുള്ള വേർഡാണ്. വളരെ ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാ ദാലിക്ക, വാട്ട് ഈസ് ദാറ്റ്? ദാലിക്ക നജ്മുൻ, ദാറ്റ് ഈസ് എ സ്റ്റാർ. അത് എന്താകുന്നു? അതൊരു നക്ഷത്രമാകുന്നു. ഹാദാ മസ്ജിദുൻ വദാലിക ബൈത്തുൻ, ദിസ് ഈസ് എ മസ്ജിദ് ആൻഡ് ദാറ്റ് ഈസ് എ ഹൗസ്. ഇതൊരു മസ്ജിദാകുന്നു, അതൊരു വീടാകുന്നു. ഇതൊരു മസ്ജിദാകുന്നു, ഒപ്പം അതൊരു വീടാകുന്നു. ഓക്കെ, ഹാദാ മസ്ജിദുൻ വദാലിക ബൈത്തുൻ. നെക്സ്റ്റ്, ഹാദാ ഹിസാനുൻ വദാലിക ഹിമാറുൻ, ദിസ് ഈസ് എ ഹോഴ്സ് ആൻഡ് ദാറ്റ് ഈസ് എ ഡോങ്കി. ഓക്കെ, ഇതൊരു കുതിരയാകുന്നു, ഒപ്പം അതൊരു കഴുതയാകുന്നു. ഈ കുതിരയ്ക്കും കഴുതയ്ക്കും ഇടയിലുള്ളൊരു ബ്രീഡുണ്ട്, അതിനെയാണ് മ്യൂൾ എന്ന് വിളിക്കുന്നത്, കോവർ കഴുത. ഓക്കെ, അതിൻ്റെ അറബിക് ടേം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ബഗ്ലുൻ. ഓക്കെ, ബഗ്ലുൻ. അടുത്ത ക്വസ്റ്റ്യൻ, അദാലിക കൽബുൻ, അതൊരു നായ ആണോ? ഇത് കണ്ടിട്ട് നായയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ല, ഇസ് ദാറ്റ് എ ഡോഗ്? ല, ദാലിക ഖത്തുൻ. നോ, ദാറ്റ് ഈസ് എ കാറ്റ്. അല്ല, അതൊരു പൂച്ചയാകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാ ദാലിക, അതെന്താകുന്നു? ദാലിക സരീറുൻ, അതൊരു കട്ടിലാകുന്നു. ദാറ്റ് ഈസ് എ കോട്ട്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് എ കോട്ട് ഓർ ദാറ്റ് ഈസ് എ ബെഡ് എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പേജ്. ഇനി ഒരു പേജും കൂടിയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, മൻ ഹാദ വമൻ ദാലിക. ആദ്യം എന്താണ് ചോദിക്കുന്നത്? ഇതാരാകുന്നു? മൻ ഹാദ വമൻ ദാലിക, അതാരാകുന്നു. അപ്പോൾ ഇതാരാകുന്നു, അതാരാകുന്നു, ഇത് കണ്ടിട്ട് എന്താണ്? ഒരു അധ്യാപകനാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഇമാമാണ്, പള്ളിയിൽ നിസ്കാരത്തിന് നിൽക്കുന്ന ഇമാം. ഓക്കെ, മ ഹാദ, മൻ ഹാദ വമൻ ദാലിക, വാട്ട് ഈസ്, who is this and who is that? هذا مدرس وذلك إمام, this is a teacher and that is an leader. അതായത് ഇതൊരു അധ്യാപകനാകുന്നു, അതൊരു ഇമാം ആകുന്നു. ഓക്കെ, നമ്മൾ ഇമാം എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചതല്ലേ, മുദരിസും പഠിച്ചതല്ലേ. ഓക്കെ, മദാലിക്ക, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതൊരു കല്ലാണ് കേട്ടോ. മദാലിക്ക, ഇതെന്താകുന്നു? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദാറ്റ്? ദാലിക്ക ഹജ്റുൻ, ദാറ്റ് ഈസ് എ സ്റ്റോൺ. അതൊരു കല്ലാകുന്നു. അതെന്താകുന്നു? അതൊരു കല്ലാകുന്നു. ഇനി ചോദിക്കുവാണ്, ഹാദാ സുക്കറുൻ വദാലിക്ക ലബനുൻ,
ഇതൊരു പഞ്ചസാരയാകുന്നു, അതൊരു പാലാകുന്നു, അല്ലെങ്കിൽ ഇതൊരു കട്ടി തേരെന്നും പറയാം. ഓക്കെ. ഹലീബ് എന്ന് പറയുന്നത് നോർമൽ പാല്. അപ്പോൾ ഇവിടെ പറയാണ് ഹാദ സുക്രൻ, ദിസ് ഈസ് എ ഷുഗർ ആൻഡ് ദാറ്റ് ഈസ് എ മിൽക്ക്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ യോഗട്ട്, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇനി തംറീൻ എക്സസൈസസ് അതിൽ ചോദിക്കുവാണ് ഇഖ്റ വക്തുബ്, ഇത് എഴുതുക വായിക്കുക. ഇതാണ് ഇന്നത്തെ ഹോംവർക്ക് കേട്ടോ. ഇത് അതേപടി എഴുതുക. ഓക്കെ. എന്നിട്ട് വായിക്കുക. നമുക്കിപ്പോൾ വായിക്കുക കേട്ടോ. ഹാദ സുക്കറുൻ വദാലിക ലബനുൻ, നമ്മൾ നേരത്തെ വായിച്ചത്. ഇതൊരു പഞ്ചസാരയാകുന്നു, അതൊരു ബട്ടർ മിൽക്ക് പാലാകുന്നു. ദിസ് ഈസ് എ ഷുഗർ ആൻഡ് ദാറ്റ് ഈസ് എ മിൽക്ക് ഓർ ബട്ടർ മിൽക്ക്. ഇനി മൻ ദാലിക, ഹു ഇസ് ദാറ്റ്, അതാരാകുന്നു? ദാലിക ഇമാമുൻ, അതൊരു ഇമാമാകുന്നു. ദാറ്റ് ഈസ് എൻ ഇമാം, ലീഡർ എന്ന് പറയാം. അത് ദാലിക കിത്തുൻ, അതൊരു പൂച്ചയാണോ? അല്ല. ദാലിക കൽബുൻ, അല്ല, അതൊരു നായ ആകുന്നു. ഇസ് ദാറ്റ് എ കാറ്റ്? നോ, ദാറ്റ് ഈസ് എ ഡോഗ്. ഇനി ചോദിക്കണം മാ ഹാദ, വാട്ട് ഈസ് ദിസ്? ഹാദ ഹജറുൻ, ദിസ് ഈസ് എ സ്റ്റോൺ, ഇതൊരു കല്ലാകുന്നു. ഇതെന്താകുന്നു? ഇതൊരു കല്ലാകുന്നു. ഇവിടെ ഹാദയാണ് യൂസ് ചെയ്തത്, മറക്കരുത്. ദാലിക്ക എന്ന് പറഞ്ഞാൽ ദാറ്റ്, അത്. ഹാദ എന്ന് പറഞ്ഞാൽ ദിസ്, ഇത്. ഇനി നമ്മൾ പറഞ്ഞ കലിമാത്തുൽ ജദീദത്തും, ന്യൂ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇമാമുൻ, ഹജറുൻ, സുക്കറുൻ, ലബനുൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا لغتي عربية